Hello guys, welcome back to my channel. This is Minisha Khadija back with another video. It's been so long since I have posted any videos. So long no, it's been years. I was just sitting simply. Why don't I post a video? So I thought of posting a cake making video. In this video, I will a chocolate cake recipe. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. പിന്നെ നിങ്ങൾ ഈ കേക്ക് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പം വിത്തൗട്ട് ഫർദർ പ്രൊലോങ്ങിങ് ലെറ്റ്സ് ഗെറ്റ് ടു ദി വീഡിയോ. അപ്പം ആദ്യം തന്നെ നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കണം. അപ്പം ഇത് ഡ്രൈ ബാറ്റർ ആണ്. വെറ്റ് ബാറ്റർ നമുക്ക് വേറെ ഉണ്ടാക്കണം. അപ്പം അതിന് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഡ്രൈ ബാറ്റർ തയ്യാറാക്കാം. സോ അതിന് തന്നെ ഞാൻ ഇവിടെ ഒരു കപ്പും പിന്നെ കുറച്ച് കൂടുതലും ഒരു കപ്പിന് മേലെ അളവിൽ ഇനിയിപ്പം ഇവിടെ മൈദ എടുത്തിട്ടുണ്ട്, ഓൾ പർപ്പസ് ഫ്ലോർ. നമുക്കിത് ആദ്യം തന്നെ ഒന്ന് എന്താ പറയുക അരിക്കണം. കാരണം ഇതിനകത്ത് എന്തെങ്കിലും ക്രംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പം ആദ്യം തന്നെ നമുക്ക് ഇതിങ്ങനെ അരിച്ചെടുക്കാം. നമുക്ക് കുറച്ച് എടുക്കാം, കാരണം എൻ്റെ അരിപ്പത് ചെറുതാണ്. സോ ഇങ്ങനെ തട്ടി 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 പയ്യെ പയ്യെ ഇങ്ങനെ അരിച്ചെടുക്കാം. ഇതുണ്ടോ, അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും. ചിക്കൻ ക്രംസ് ഉണ്ട് കുറച്ച്, അപ്പോൾ നമുക്ക് അതൊക്കെ റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ മൈദ മുഴുവനായിട്ട് ഇട്ടിട്ടുണ്ട്. ചിക്കൻ നമുക്ക് മാറ്റിക്കളാം. അപ്പം ഇനി നമുക്ക് അടുത്തത് ഇത് ഒരു കാൽ കപ്പിൻ്റെ മുകളിലെ അളവിൽ കൊക്കോ പൗഡറാണ്. നമുക്ക് ഇതും കൂടെ നമുക്ക് ഇതിനകത്തോട്ടേക്ക് ആക്കി കൊടുക്കാം. അത് മിക്സ് ചെയ്യാം. എടുത്ത് വെച്ചുകൊണ്ട് കുറച്ചും കളിച്ചു നമുക്ക് കൊക്കോ പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ നല്ലതാണ് ഇങ്ങനെ അരച്ചെടുക്കാം. കൊക്കോ പൗഡറും ഇതുപോലെ വലിയ വലിയ എന്താ പറയുക, ഇതുപോലെ ക്രംസ് ഇങ്ങനെ വലിയ വലുതായിട്ട് കിടക്കും. അത് നമുക്ക് സ്പൂൺ കൊണ്ടൊന്ന് ഇങ്ങനെ അമർത്തി ഇതാക്കാം. നമുക്ക് റെഡി ആയിട്ട് ഞാൻ കാണിച്ചിട്ട് ഇതുപോലെ ഒക്കെയാൽ മതി. ഇപ്പോൾ കൊക്കോ പൗഡറിൻ്റെ ആ ക്രംസ് നമുക്ക് റിമൂവ് ചെയ്തിട്ട് നമ്മൾ അതും റിമൂവ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇനി അടുത്ത് ആഡ് ചെയ്യേണ്ടത് കോൺഫ്ലോർ ആണ്. ഇത് നമ്മൾ ഒരു സ്പൂൺ അളവിൽ കോൺഫ്ലോർ ആണ് ഇത് നമുക്ക് ആഡ് ചെയ്യും. ഇത് എന്തിനാണ് ഇടുന്നതെന്ന് വെച്ചാൽ ഒരു നല്ല എന്താ പറയുക സ്പോഞ്ചി പിന്നെ നല്ലൊരു മോയിസ്റ്റായിട്ടുള്ള ഒരു ടെക്സ്ചർ നമുക്ക് കേക്കിന് കിട്ടും കേട്ടോ. അങ്ങനെ നമ്മൾ കോൺഫ്ലോർ ആഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് ബേക്കിംഗ് പൗഡറാണ്. ഇവിടെ എൻ്റെ അടുത്ത് ബേക്കിംഗ് സോഡ ഇല്ല. അപ്പം നമുക്ക് ബേക്കിംഗ് സോഡക്ക് ആൾട്ടർനേറ്റീവ് ആയിട്ട് ബേക്കിംഗ് പൗഡർ ഇടുന്നതിൻ്റെ ഇരട്ടി എമൗണ്ട് ആഡ് ചെയ്താൽ മതി. അപ്പം 2 ടീസ്പൂണാണുള്ളത്. ഇത് നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ കൂട്ടത്തിൽ കുറച്ച് ഉപ്പും നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് നല്ലോണം മിക്സ് ചെയ്യാം. നിങ്ങളുടെ അടുത്ത് വിസ്ക് ഉണ്ട്, അത് വെച്ച് ചെയ്താൽ മതി. എൻ്റെ അടുത്ത് വിസ്ക് ഉണ്ടായിരുന്നു, അത് പൊട്ടിപ്പോയി. അപ്പം ഞാൻ അവിടെ ഇപ്പം തൽക്കാലം ഫോർക്ക് കൊണ്ടാണ് മിക്സ് ചെയ്യുന്നത്. ഇത് നല്ലോണം മിക്സ് ചെയ്യണം. നിങ്ങൾ ഫോർക്ക് ആണോ ഉപയോഗിക്കുന്നത്, വിസ്ക് ആണോ ഉപയോഗിക്കുന്നത്, ദാറ്റ് ഡസൻറ്റ് മാറ്റർ. ഇറ്റ് ഹാസ് ടു ബി വെൽ മിക്സ്ഡ്. നല്ലോണം നമ്മളിത് കമ്പൈൻ ചെയ്യാം. അപ്പം നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ മിക്സ് ചെയ്തിട്ട് ഇവിടെ നമ്മുടെ ഡ്രൈ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കണം. ഗൈസ്, അടുത്തതായി നമുക്ക് നമ്മുടെ വെറ്റ് ബാറ്റർ തയ്യാറാക്കണം. അപ്പം അത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് 4 ഇൻഗ്രീഡിയൻസ് മതി. അപ്പം ഇത് നിങ്ങൾക്ക് 2 വഴിയിൽ ഉണ്ടാക്കാം. ഒന്ന്, ഒരു ബോളിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു ബീറ്റർ വേണം. ബീറ്റർ ഇല്ലാത്തവർക്ക് ഇതുപോലെ മിക്സിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഞാനിപ്പോൾ മിക്സിയിലാണ് ഇവിടെ തയ്യാറാക്കുന്നത്. അപ്പം അതിനായിട്ട് നമുക്ക് 2 റൂം ടെമ്പറേച്ചറിൽ വെച്ച മുട്ട വേണം. പിന്നെ കുറച്ച് പൗഡർഡ് ഷുഗർ വേണം. ഇത് ഏകദേശം 1/2 കപ്പിന് മുകളിലുണ്ട്. പിന്നെ ഇത് വാം മിൽക്കാണ്, ഇതും വേണം. പിന്നെ നമുക്ക് കുറച്ച് വാനില എസൻസും വേണം. അപ്പം നമുക്ക് ആദ്യം തന്നെ നമ്മുടെ മുട്ട മിക്സിയിൽ പൊട്ടിച്ചൊഴിച്ച് ഇതൊന്ന് പത വരുന്നവരെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ മുട്ട ഇതുപോലെ ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല പത വരുന്നവരെ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ടേക്ക് നമ്മുടെ പൗഡർഡ് ഷുഗർ ആഡ് ചെയ്യണം. ഇതിപ്പം ഒരു 1/2 കപ്പിന് കുറച്ചുകൂടെ മുകളിലുണ്ട്. അപ്പം നമ്മൾ ഇത് പകുതിയായിട്ട് നമുക്ക് ആഡ് ചെയ്തിട്ട് അടിച്ചെടുക്കാം. ആദ്യം ഞാൻ ഒരല്പം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടിച്ചിട്ട് നമ്മൾ പിന്നെയും ബാക്കി വന്ന പൗഡർഡ് ഷുഗർ ആഡ് ചെയ്തിട്ട് ഒന്നുകൂടെ അടിച്ചെടുക്കാം. ഇങ്ങനെ നമ്മളുടെ 1/2 കപ്പ് പഞ്ചസാര മുഴുവനും ആഡ് ചെയ്ത് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ടേക്ക് 1/4 കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ടേക്ക്
ഒരു 1/4 കപ്പിനെക്കാട്ടും കൂടുതൽ അളവിൽ നമ്മൾ എടുത്തിരിക്കുന്നത് വാം മിൽക്കാണ്. ഇത് ഒന്നൊന്ന് മിൽക്ക് അടുപ്പത്ത് വെച്ച് നമുക്ക് ഒന്നൊന്ന് ചൂടാക്കി എടുക്കാം. അതിനുശേഷം നമുക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഒന്നുകൂടി അടിച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു വലിയ ബൗൾ എടുക്കാം. കാരണം നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസും വെറ്റ് ഇൻഗ്രീഡിയൻസും എല്ലാം കൂടെ ഈ ഒരു ബൗളിൽ കമ്പൈൻ ചെയ്യണം. അപ്പം നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് ഇതിൻ്റെ അകത്തോട്ടേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ അകത്തോട്ടേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. നമുക്ക് നല്ലോണം ഒരു വിസ്ക് വെച്ച് അല്ലെങ്കിൽ ഒരു ഫോർക്ക് വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാൻ ഇവിടെ ഫോർക്കാണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് ഈ വെറ്റ് ഇൻഗ്രീഡിയൻസിലോട്ടേക്ക് കുറച്ച് ഇടണം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം, നന്നായിട്ട് കമ്പൈൻ ചെയ്തെടുക്കണം. പിന്നെ കുറച്ച് ഇടാൻ പോകണം. നമ്മൾ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസിൽ കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ പോകുന്ന ബോളിലേക്ക് നമുക്ക് ഇട്ട് മാറ്റണം. അപ്പം നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാൻ പോകുന്ന ബോൾ ഇവിടെ സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. നമ്മൾ പാർച്ച്മെന്റ് പേപ്പറും ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ബാറ്റർ നമുക്ക് ഈ ബോളിലോട്ടേക്ക് മാറ്റാം. നമ്മൾ ബാറ്റർ നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്ന ബോളിലോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതാകുമ്പോൾ ഇതിനകത്തുള്ള എയർ ബബിൾസ് ഒക്കെ നമുക്ക് റിമൂവ് ആയി കിട്ടും. ഇനി നമുക്കിത് കുക്ക് ചെയ്യാൻ സെറ്റാക്കാം. അപ്പം നമ്മൾ ആവിയിലാണ് ഈ ഒരു കേക്ക് റെഡിയാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് വെള്ളം വെച്ച് അത് തിളച്ച് വരുന്നൊരു സമയത്ത് നമുക്ക് നമ്മുടെ കേക്ക് ബാറ്റർ ഇറക്കി വെച്ച് കൊടുക്കാം. നമുക്കിത് ക്ലോസ് ചെയ്തിട്ട് ആദ്യത്തെ ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. അപ്പം നമ്മളൊരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മീഡിയമിൻ്റെയും ലോൻ്റെയും നടുക്ക് വെച്ചിട്ട് ഒരു 25 മിനിറ്റ്സ് കൂടെ കുക്ക് ചെയ്യാം. 25 മിനിറ്റ്സ് to 35 മിനിറ്റ്സ് ആണ് ഇതൊരു കുക്കിംഗ് ടൈം. ഇപ്പം ഒരു 28 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പയ്യെ തുറന്ന് നോക്കാം. നമ്മുടെ കേക്ക് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കൊരു ടൂത്ത് വെച്ചൊന്ന് കുത്തി നോക്കാം. ഇതിപ്പോൾ ഇങ്ങനെ ക്ലീൻ ആയാൽ വരികയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ കേക്ക് കംപ്ലീറ്റ്ലി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് തണുക്കാനായി മാറ്റി വയ്ക്കാം. അപ്പം അടുത്തതായി നമ്മുടെ കേക്കിൻ്റെ മുകളിൽ ഒഴിക്കാനുള്ള ഗണാഷ് തയ്യാറാക്കാൻ പോവാണ്. അപ്പം അതിന് വേണ്ടി നമുക്ക് അൺസോൾട്ടഡ് ബട്ടർ വേണം, ഒരു 1/4 കപ്പ് പാൽ, പിന്നെ നമുക്ക് ഒരു ചോക്ലേറ്റ് വേണം. ഞാൻ ഇപ്പോൾ ഇവിടെ ഡയറി മിൽക്കിൻ്റെ ബബ്ലിയാണ് എടുത്തിരിക്കുന്നത്. എനിക്ക് നോർമൽ കിട്ടിയില്ല, അപ്പം ഞാൻ ബബ്ലി എടുത്തു. ഇത് മിൽക്ക് ചോക്ലേറ്റ് ആണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് ഉപയോഗിക്കാം. പിന്നെ നമുക്ക് ഫ്രഷ് ക്രീം ആവശ്യമുണ്ട്. ഇത് ഓപ്ഷനാണ്, ബട്ട് ഒരു ക്രീമി ടെക്സ്ചറിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഫ്രഷ് ക്രീം ഉപയോഗിക്കുന്നത്. നമ്മുടെ ഈ ചോക്ലേറ്റ് ഗണാഷ് നമ്മൾ ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൂടെയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഒരു ചെറിയ പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അത് തിളച്ച് വരുന്ന സമയത്ത് ഇതുപോലൊരു കുഞ്ഞി പാത്രം എടുത്ത് ഞാൻ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് അതിൻ്റെ അകത്തോട്ടേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1/4 കപ്പ് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ അകത്തോട്ടേക്ക് 2 ടേബിൾ സ്പൂണോളം അൺസോൾട്ടഡ് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ബട്ടർ നല്ലോണം മെൽട്ടായി വരുന്നത് നമുക്ക് ഈ പാലും ബട്ടറും ചൂടാക്കിയെടുക്കാം. അപ്പം നമ്മുടെ ബട്ടറും പാലും നല്ലോണം മിക്സ് ആയി വന്ന സ്ഥിതിക്ക് നമ്മൾ ചോക്ലേറ്റ് ആഡ് ചെയ്യാണ്. ഇതിപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കാഡ്ബറി ബബ്ലിയാണ്. കാരണം എനിക്ക് കാഡ്ബറിൻ്റെ സാധാ ചോക്ലേറ്റ് കിട്ടിയില്ല. അപ്പോൾ നമുക്ക് നല്ലോണം ഡൈസ് ചെയ്തതിന് ശേഷം ഇതിനകത്ത് ആഡ് ചെയ്യാം. അതാകുമ്പോൾ നമുക്ക് ഈക്വലായി ഇത് കുക്ക് ചെയ്ത് കിട്ടും. പെട്ടെന്ന് നമുക്ക് മെൽട്ടായി കിട്ടും. പിന്നെ എല്ലാ ഭാഗത്തും ഈക്വലായി മെൽട്ടാവും. നമുക്കിത് മെൽട്ടാവുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചോക്ലേറ്റ് ഇവിടെ നല്ലോണം മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബോള് ഒരു ഐസ് ബാത്തിലോട്ട് മാറ്റണം. കാരണം നമുക്ക് ഫ്രഷ് ക്രീമായിട്ട് മിക്സ് ചെയ്യണം. അപ്പം നമ്മുടെ ഈ മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് നമ്മൾ ഇപ്പം തണുത്ത വെള്ളത്തിൻ്റെ മുകളിലോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിനെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടൊന്ന് ആറിക്കിട്ടണം. അതിന് ശേഷം നമുക്കിത് ക്രീമായിട്ട് മിക്സ് ചെയ്യാം. അപ്പം നമ്മുടെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതിപ്പോൾ തണുത്തിട്ടുണ്ട്, നല്ല സിൽക്കി സ്മൂത്ത് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ടേക്ക് നമ്മുടെ ഫ്രഷ് ക്രീം ആഡ് ചെയ്യാം. അപ്പം നമ്മളിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് അൽമറയുടെ ഫ്രഷ് ക്രീമാണ്. ഇത് ഞാൻ ഒരു
ഫുൾ ടീസ്പൂൺ ആഡ് ചെയ്യാണ്. ഇതിൻ്റെ ക്രീമിനെസ് എനിക്ക് എത്ര വേണം എന്നനുസരിച്ചിട്ട് നമുക്ക് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം നമുക്ക് മിക്സ് ചെയ്യാം. അപ്പം നമ്മുടെ ചോക്ലേറ്റ് ഗണാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് ഫ്രഷ് ക്രീം ഇല്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ ആഡ് ചെയ്യുന്ന ചോക്ലേറ്റിൻ്റെ അളവൊന്ന് കൂട്ടിയാൽ മതി. ഇതിപ്പം ഞാനിവിടെ ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് എനിക്ക് ഈ ഒരു ഗ്ലോസി ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കേക്കിൻ്റെ മുകളിലൊക്കെ ആഡ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഈ ഫ്രഷ് ക്രീം ആഡ് ചെയ്യുമ്പോൾ അതിൻ്റേതായൊരു ടേസ്റ്റ് ഈ കേക്കിൻ്റെ മുകളിലേക്ക് ഈ കേക്കിലൂടെ നമുക്ക് എൻഹാൻസ് ചെയ്യാനും പറ്റും. അപ്പം ഇതിനി നമുക്ക് നമ്മുടെ കേക്ക് മുറിച്ച് റെഡിയാക്കുന്നവരെ ഫ്രിഡ്ജിലിരിക്കട്ടെ. അപ്പം ഇതാണ് നമ്മുടെ കേക്ക്. ഇനി നമുക്ക് ഈ കേക്ക് ഈ പാത്രത്തിൽ നിന്ന് സെപ്പറേറ്റ് ആക്കാം. കേക്ക് നല്ലോണം തണുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ബേക്കിംഗ് ഷീറ്റ് ഞാൻ തന്നെ വീട്ടിലുണ്ടാക്കിയതാണ്. ഇത് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം നമ്മുടെ കേക്ക് ഇവിടെ നല്ല ഫ്ലഫി ആൻഡ് മോയിസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ അതിൻ്റെ മുകളിലത്തെ ഭാഗം നമ്മൾ കട്ട് ചെയ്യാണ്. കരിഞ്ഞിട്ടൊന്നുമില്ല ഗൈസ്, നമുക്ക് ചോക്ലേറ്റ് ഒക്കെ ഒഴിക്കുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയാണ് ഞാൻ മുകളിലത്തെ ഭാഗം കളയുന്നത്. ഇത് കളയുന്നില്ല, ഞാൻ ഇതൊരു മിക്സിയിൽ ജാറിലിട്ട് പൊടിച്ചെടുത്തിട്ട് ചോക്ലേറ്റ് ഒഴിച്ചതിന് ശേഷം സൈഡിൽ ഇങ്ങനെ വെച്ച് കൊടുക്കും. നമുക്ക് ഡെക്കറേഷന് വയ്ക്കാം. ഞാൻ ഇതുപോലത്തെ ഒരു നൈഫ് എടുത്തിട്ട് ഇത് കട്ട് കൊടുക്കാണ്. അപ്പം ഞാൻ കേക്കിൻ്റെ ടോപ്പ് ഭാഗം കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ ഞാൻ മറിച്ചിട്ടിട്ട് ഇതിൻ്റെ മുകളിലാണ് കേട്ടോ ചോക്ലേറ്റ് ഒഴിക്കുന്നത്. ഞാൻ ഇപ്പം മുകളിൽ നിന്ന് കട്ട് ചെയ്ത ഭാഗം നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇത് കണ്ടോ, നല്ല സോഫ്റ്റ് ആൻഡ് മോയ്സ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ഗ്രൈൻഡറിലിട്ട് പൊടിച്ചെടുക്കണം. നമ്മൾ ബാക്കി വന്ന കേക്ക് ഇതിവിടെ പൊടിച്ചിട്ടുണ്ട്. നല്ല വെൽവെറ്റി ആയിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ തൊടുമ്പോൾ നല്ലൊരു ടെക്സ്ചറാണ് കേട്ടോ. അപ്പം നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം നമ്മുടെ കേക്ക് സെറ്റ് ചെയ്യാൻ പോവാണ്. അതിന് മുമ്പേ ഞാനിവിടെ അൽറവാബിയുടെ ഫ്രഷ് മിൽക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ കേക്കിൻ്റെ സ്പോഞ്ച് ഒന്നുകൂടെ മോയിസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് മുമ്പേ ഞാൻ ഈ ഒരു കേക്ക് രണ്ടാക്കി മുറിക്കുകയാണ്. എന്നിട്ട് ആ 2 പീസിലും ഞാൻ ഈ ഒരു ചോക്ലേറ്റ് മിൽക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ ഈ ചോക്ലേറ്റ് ഗണാഷ് നടുവിലും മുകളിലൊക്കെ ആക്കിയിട്ട് നമുക്ക് ഞാൻ വീണ്ടും ഇതേ നൈഫ് തന്നെയാണ്. കേക്ക് നല്ല മോയിസ്റ്റ് ആയിട്ടുണ്ട്. ഇത് ഞാനൊന്ന് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ചെറുതായിട്ടൊന്ന് ഹാർഡായിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ചോക്ലേറ്റ് മിൽക്കിനകത്ത് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ കേക്കിലൂടെ നമ്മൾ നല്ലോണം ചോക്ലേറ്റ് മിൽക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ചോക്ലേറ്റ് ഗണാഷ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ ഫസ്റ്റ് ലെയർ കേക്കിൻ്റെ മുകളിൽ നമ്മൾ ചോക്ലേറ്റ് ഗണാഷ് ഒരൽപ്പം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ നമ്മുടെ സെക്കൻഡ് ലെയർ കേക്ക് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ബാക്കി വന്ന ചോക്ലേറ്റ് ഗണാഷ് മുഴുവനായിട്ടിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മളപ്പോൾ നമ്മുടെ കേക്ക് സ്പോഞ്ചിൻ്റെ മുകളിൽ ചോക്ലേറ്റ് ഗണാഷ് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ബാക്കിയുള്ള കേക്കിൻ്റെ സ്പോഞ്ച് നമുക്ക് ഡെക്കറേഷനായി ഉപയോഗിക്കാം. അപ്പം നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു അരമണിക്കൂർ ചില്ല് ചെയ്തതിന് ശേഷം കഴിക്കാം. അതാകുമ്പോൾ നല്ല തണുത്തിട്ട് നല്ല ഒരു ടേസ്റ്റിൽ നമുക്ക് കഴിക്കാൻ പറ്റും. നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്.